നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് തോന്നുന്ന ഈ സമയത്ത് ഇതേപോലെ നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണോ? എന്നാൽ ഈ വീഡിയോ നിനക്കുള്ളതാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ റിമിക്സ് ഡയറി. ഇന്ന് ഈ വീഡിയോ കാണുന്ന നീ ഒരു എക്സാമിൻ്റെ ടെൻഷനിലായിരിക്കാം. ബുക്ക് തുറന്നിട്ട് പക്ഷെ പഠിക്കാൻ കഴിയുന്നില്ല, ഒരു ചാപ്റ്റർ ബാക്കി, കുറേ പോർഷൻസ് ബാക്കി, എത്ര പഠിച്ചാലും ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ മനസ്സിൽ ഒരു ചോദ്യം വരും, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ? കഴിയും, നിന്നെ കൊണ്ട് പറ്റും. പക്ഷേ അതിന് ആദ്യം നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിനക്ക് പെർഫെക്റ്റ് ആയിരിക്കേണ്ട ആവശ്യമില്ല, നീ ചെയ്യാൻ കഴിയുന്നത്ര ചെയ്യുക എന്നതാണ് വേണ്ടത്. നീ ഇതുവരെ എത്ര സമയം വേസ്റ്റ് ചെയ്തു എന്നതിപ്പോൾ മാറ്റർ ചെയ്യുന്നില്ല. ഇന്നലെ എത്ര പഠിച്ചു, ഇന്നലെ രാത്രി സമയം ഞാൻ എത്ര കളഞ്ഞു, ഞാൻ എത്രമാത്രം ഫോൺ ഉപയോഗിച്ചു, മറ്റുള്ളവർ നിന്നേക്കാൾ എത്ര മുന്നിലാണ്, ഇതൊന്നും ഇപ്പോൾ നോക്കേണ്ട. ഇപ്പോൾ നിന്റെ മുൻപിലുള്ള ഈ കുറച്ച് മണിക്കൂറുകൾ മാത്രം നോക്കൂ. കാരണം ചിലപ്പോൾ ഒരു ദിവസത്തെ സിൻസിയർ എഫേർട്ട് പോലും നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിനേക്കാൾ വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. നിനക്ക് പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എനിക്കെല്ലാം പഠിക്കണം എന്ന് ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ ബ്രെയിൻ ടയേർഡാകും. പകരം ഒരു ചെറിയ ടാർഗറ്റ് എടുക്കൂ. ഇപ്പോൾ ഈ 5 പേജസ് അത് കംപ്ലീറ്റ് ചെയ്താൽ ഇനി ഈ ടോപ്പിക്ക്. അങ്ങനെ ചെറിയ ചെറിയ ടാർഗറ്റ്സ്. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു വലിയ മൗണ്ടൻ കയറാൻ നോക്കുമ്പോൾ പേടിയാകും. പക്ഷെ ഓരോ സ്റ്റെപ്പ് വീതം എടുത്താൽ നമ്മൾ മുകളിലെത്തും. അതുകൊണ്ട് ഇന്ന് എല്ലാം ഒരുമിച്ച് തീർക്കാൻ ശ്രമിക്കേണ്ട. 1 ചാപ്റ്റർ അറ്റ് എ ടൈം, 1 ടോപ്പിക് അറ്റ് എ ടൈം, 1 hour അറ്റ് എ ടൈം. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, പഠിക്കുമ്പോൾ ഫോൺ അടുത്ത് വെച്ചിട്ട് ഞാൻ നോക്കില്ല എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നാൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഫോൺ എടുക്കും. ആ 1 മിനിറ്റ് 10 മിനിറ്റ് ആകും, 30 മിനിറ്റ് ആകും, 1 മണിക്കൂറാകും, അങ്ങനെ മണിക്കൂറുകളോളം പോകും. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് ഫോൺ കുറച്ച് ദൂരത്ത് വെക്കൂ. സൈലന്റ് മോഡ് മാത്രം പോരാ. യുവർ അറ്റൻഷൻ ഡിസേർവ്സ് പ്രൊട്ടക്ഷൻ. നിന്റെ ശ്രദ്ധ പോകുന്ന ഓരോ ചെറിയ ഡിസ്ട്രാക്ഷൻസും നിന്റെ സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെറുതെ വായിച്ചുകൊണ്ടിരിക്കരുത്. ഒരു ടോപ്പിക്ക് പഠിച്ച ശേഷം ബുക്ക് അടച്ചു വെച്ച് ഞാൻ ഇപ്പോൾ എന്താണ് പഠിച്ചത് എന്ന് സ്വയം ചോദിക്കൂ. നിനക്ക് ഓർമ്മയുള്ളത് സ്വന്തം വേർഡ്സിൽ പറയാൻ ശ്രമിക്കും. ഇത് ആക്റ്റീവ് റീകോൾ. ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എഴുതുക. ഡെഫിനിഷൻസ്, ഫോർമുലാസ്, ഡേറ്റ്സ്, കീവേഡ്സ് എന്നിവ പ്രത്യേകം നോക്കുക. എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ടൈം കുറവാണെങ്കിലും എല്ലാം ഒരുമിച്ച് പഠിക്കാൻ നിൽക്കാതെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആദ്യം പഠിക്കും. പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവ നോക്കൂ. ടീച്ചേഴ്സ് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് പോർഷൻസ് ശ്രദ്ധിക്കൂ. അറിയാത്ത ഒരു ടോപ്പിക്കിൽ തന്നെ നമ്മൾ മണിക്കൂറോളം കളയരുത്. കൂടുതൽ മാർക്സ് നേടാൻ സഹായിക്കുന്ന പോർഷൻസ് ആദ്യം സെക്യൂർ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം മറക്കരുത്, നീ ഒരു മാർക്കല്ല. ഒരു എക്സാം റിസൾട്ട് നിന്റെ മുഴുവൻ കഴിവിനെയും ഡിഫൈൻ ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ എഫേർട്ട് ഉപേക്ഷിക്കാനും പാടില്ല. നിനക്ക് കിട്ടിയ ഈ അവസരം, പഠിക്കാൻ കഴിയുന്ന ഈ സമയം, അത് നന്നായി ഉപയോഗിക്കണം. കാരണം നാളെ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കുറച്ചുകൂടി പഠിച്ചിരുന്നു എങ്കിൽ എന്ന് റിഗ്രറ്റ് ചെയ്യുന്നതിലും നല്ലത് എനിക്ക് കഴിയുന്നത്ര ഞാൻ ചെയ്തു എന്ന് മനസ്സിൽ പറയാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നിനക്ക് ടയേർഡ് ആണെങ്കിൽ കുറച്ചു നേരം ബ്രേക്ക് എടുക്കൂ. വെള്ളം കുടിക്കൂ, മുഖം കഴുകൂ, കുറച്ച് നടക്കൂ, പിന്നെ വീണ്ടും ഇരിക്കൂ. ബ്രേക്ക് എടുക്കുന്നത് ഫെയിലിയർ അല്ല, ഗിവിങ് അപ്പാണ് പ്രശ്നം. രാത്രി മുഴുവൻ ഉറങ്ങാതെ പഠിക്കുന്നത് എല്ലായ്പ്പോഴും ബെസ്റ്റ് സ്ട്രാറ്റജി അല്ല. നിന്റെ മൈൻഡിന് റെസ്റ്റ് വേണം. എസ്പെഷ്യലി എക്സാമിൻ്റെ മുൻപ് പഠിച്ചതൊക്കെ ഓർക്കാനും കോൺസെൻട്രേഷൻ നിലനിർത്താനും നല്ല ഉറക്കം സഹായിക്കും. അതുകൊണ്ട് നിന്റെ ടൈം സ്മാർട്ടായി ഉപയോഗിക്കും. ഒരു പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ നീ കരയാൻ തോന്നുന്നത്ര സ്ട്രെസ്സിലായിരിക്കാം. ഒരു പക്ഷേ വീട്ടിലുള്ളവർ എന്ത് റിസൾട്ട് പ്രതീക്ഷിക്കുമെന്ന ചിന്തയുണ്ടാകാം. ഫ്രണ്ട്സ് എത്ര പഠിച്ചു എന്ന് നോക്കി പേടിക്കുന്നുണ്ടാകാം. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ സക്സസ് കണ്ടിട്ട് ഞാൻ മാത്രം പിന്നിലാണ് എന്ന് തോന്നുന്നുണ്ടാകാം. പക്ഷേ നിന്റെ ജേർണി നിന്റേതാണ്.
മറ്റൊരാളുടെ സ്പീഡ് നോക്കി നിന്റെ വാല്യൂ തീരുമാനിക്കരുത്. നിനക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത് മറ്റുള്ളവരെ ബീറ്റ് ചെയ്യുക അല്ല, ഇന്നലത്തെ നിന്നേക്കാൾ ഇന്ന് കുറച്ചെങ്കിലും മുന്നോട്ട് പോകുക. നിനക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കഴിയില്ല, അപ്പോൾ ഒരു ചെറിയ കാര്യം ചെയ്യൂ. ബുക്ക് തുറക്കൂ, ഒരു പേജ് മാത്രം വായിക്കൂ, അതിനുശേഷം അടുത്ത പേജ്, പിന്നെ അടുത്തത്. കാരണം പലപ്പോഴും നമുക്ക് മോട്ടിവേഷൻ വരുന്നത് കാത്തിരുന്നിട്ട് വർക്ക് ചെയ്യുന്നതല്ല, വർക്ക് തുടങ്ങുമ്പോഴാണ് മനസ്സിന് വീണ്ടും കോൺഫിഡൻസ് വരുന്നത്. സോ ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് മൂഡ്, ജസ്റ്റ് സ്റ്റാർട്ട്. ഒരു ദിവസം നീ ഈ എക്സാമിനെ കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് വലുതായി തോന്നുന്ന ഈ ടെൻഷൻ അന്നൊരു ചെറിയ മെമ്മറി ആയിരിക്കും. പക്ഷെ ആ സമയത്ത് നീ എടുത്ത ഡിസിഷൻ ഓർക്കും, എനിക്ക് പേടി ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ ശ്രമിച്ചു. അതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഈ വീഡിയോ ഇവിടെ പൗസ് ചെയ്യൂ, ഫോൺ മാറ്റിവെക്കൂ, ബുക്ക് തുറക്കൂ, നിനക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന ആ ടോപ്പിക്ക് തിരഞ്ഞെടുക്കും. അടുത്ത 30 മിനിറ്റ് നിനക്ക് വേണ്ടി മാത്രം. നോ സ്ക്രോളിംഗ്, നോ കമ്പാരിസൺ, നോ ഓവർ തിങ്കിങ്, ജസ്റ്റ് യു ആൻഡ് യുവർ ബുക്ക്. കാരണം നിന്റെ ഫ്യൂച്ചർ മുഴുവൻ ഒരു രാത്രിയിൽ മാറണമെന്നില്ല, പക്ഷെ ഒരു രാത്രി സിൻസിയറായി ഉപയോഗിച്ചാൽ നിന്റെ കോൺഫിഡൻസ് തീർച്ചയായും മാറും. നീ പെർഫെക്റ്റ് സ്റ്റുഡൻ്റ് ആകേണ്ട, ജസ്റ്റ് ഡോണ്ട് ഗീവ് അപ്പ് ഓൺ യുവർ സെൽഫ്. നിനക്ക് കഴിയുന്നത്ര ചെയ്യൂ. ശേഷം എക്സാം ഹാളിൽ കോൺഫിഡൻസോടെ ഇരിക്കൂ. കാരണം റിസൾട്ട് എന്തായാലും ഞാൻ അവസാന നിമിഷം വരെ എൻ്റെ ബെസ്റ്റ് കൊടുത്തു എന്ന് നിനക്ക് സ്വയം പറയാൻ കഴിയണം. ആൻഡ് മേ ബി ഇന്ന് നിനക്ക് വേണ്ടിയിരുന്നത് ഒരു വലിയ സ്പീച്ച് അല്ല, ഒന്ന് വീണ്ടും തുടങ്ങാൻ ആരെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു എന്നതാണ്. സോ സ്റ്റാർട്ട് അഗെയിൻ. ഇപ്പോൾ തന്നെ ഒരു പേജ്, ഒരു ടോപ്പിക്, ഒരു സ്റ്റെപ്പ്. യു സ്റ്റിൽ ഹാവ് ടൈം, യൂസ് ഇറ്റ് വെൽ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നിനക്ക് കഴിയട്ടെ, നിന്നെ കൊണ്ട് പറ്റും. നീ പ്രതീക്ഷിക്കുന്നതിലും നല്ലതായി കാര്യങ്ങൾ നടക്കട്ടെ. ബൈ ഗൈസ്.